ആദ്യം ഈ പറയുന്ന വാഹനം ഓടിച്ചിരുന്നയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ബ്രേക്ക് ജാമായതാണ് എന്നുള്ളതാണ്. പക്ഷേ പരിശോധനയിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. ആക്സിലേറ്ററിലേക്ക് കാലമർത്തിയപ്പോൾ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്ററിൽ കാലമർത്തി വാഹനം അതിവേഗത്തിൽ കുതിച്ചു പാഞ്ഞ് ഇങ്ങനെ എത്തുകയായിരുന്നു. ഈ വാഹനത്തിൻ്റെ മുൻഭാഗം മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഈ കമ്പികൾ നമ്മൾ വഴിയോരത്ത് നിൽക്കുന്ന ഈ കൈവരി നമ്മൾ കാണുന്നതാണുള്ളത്. എത്ര വലിയ കമ്പി ഉപയോഗിച്ചാണ് ആ കൈവരി നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ആ കൈവരി മുഴുവൻ ഇടിച്ച് തകർത്ത് 4 തൂണുകൾ ഇടിച്ച് തകർത്താണ് വാഹനം പോകുന്നത്. മാത്രമല്ല ഇടിയുടെ ആഘാതത്തിൽ ആളുകൾ ഒരുപാട് ദൂരേക്കാണ് തെറിച്ചുപോയി വീണത്. അതിൽ 2 ആളുകൾ വീണത് ഈ നടപ്പാതയുണ്ട്. നടപ്പാതയിൽ ഈ ടൈൽ പാകിയ സ്ഥലത്തേക്കാണ് വന്ന് വീഴുന്നത്. അതിനാൽ തന്നെ ആ തറയോടിൽ ഇടിച്ച് അവർക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്തം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും ഉള്ള കുറച്ച് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് IP വിനു നമുക്കിപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ആശുപത്രിയിലേക്ക് സംസാരിച്ചിരുന്നു അവരോട് അവസ്ഥ സംസാരിക്കാനുള്ള അവസ്ഥയില്ല. വളരെ അവർക്ക് ബോധമില്ലായിരുന്നു. ആക്സിഡൻ്റ് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആശുപത്രിയിലുള്ള പോലീസും അവിടുത്തെ ജീവനക്കാരും നാട്ടുകാരോട് ചേർന്ന് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പക്ഷേ ആർക്കും അങ്ങനെ ആർക്കും ബോധമില്ല. ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് വല്ലതും സംസാരിച്ചു എന്താണ് അവരൊരു അവസ്ഥ എന്ന്? മെഡിക്കൽ കോളേജിൽ അല്ല, ഇവിടെ നേരെ പെട്ടെന്ന് അങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് 3 ഓട്ടോറിക്ഷ തൊഴിലാളികളും പിന്നെ ഉള്ളത് ആശുപത്രിയിൽ വന്ന 2 പേരാണ്. ആശുപത്രി ആണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നവരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കിലായിരുന്നു. അല്ലെങ്കിൽ ഉറപ്പായിട്ടും തിങ്കളാഴ്ചയിലാണ് നല്ല തിരക്കാണ്. ആശുപത്രി നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഞായറാഴ്ച കൊണ്ടാണ് വലിയ അപകടങ്ങൾ വരാനും പറ്റാത്തത്. അപ്പം 4 പേർ എന്നുള്ള നിലയ്ക്ക് നിൽക്കേണ്ടതായിരുന്നില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു അവധി ദിവസം അല്ലാതിരിക്കുന്ന ദിവസത്തെ ജനറൽ ആശുപത്രിയുടെ മുൻഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. മാത്രമല്ല ഓട്ടോറിക്ഷക്കാരാണ് ആളുകൾ ഓട്ടോറിക്ഷയൊക്കെ പിടിക്കാനായി ഇവിടേക്ക് വരുന്നൊരു സ്ഥലമാണ്. അതിനാൽ അങ്ങനെ ഇടിച്ച് കയറി വന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷയ്ക്ക് പുറത്തിറങ്ങി നിന്ന ആളുകളാണ്. അതായത് 2 ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ച് യാത്ര പോകാൻ വേണ്ടി 2 പേർ വന്നു. അവർ ഈ ഓട്ടോറിക്ഷക്കാരോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓട്ടോറിക്ഷയിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് മറ്റുള്ളവർ കൂടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നിന്ന ആളുകളെയാണ് ഇടിച്ച് തെറിപ്പിച്ച് പോയത്. ഒരാളുടെ കാലിൽ മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. കാര്യമായ പ്രശ്നങ്ങളില്ല.